ആവേശം അതിരുവിട്ടാൽ വലിയ പ്രശ്നമാകും. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു വാർത്ത ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ആവേശം അതിരുവിട്ടതിൻ്റെ അല്ല, ഫഹദ് ഫാസിലിൻ്റെ പുതിയ ചിത്രം ആവേശം അനുകരിച്ചാണ് ചില ചെറുപ്പക്കാർ വെല്ലൂരിൽ പുലിവാലി പിടിച്ചത്. വെല്ലൂരിൽ ആവേശത്തിൻ്റെ മോഡലിൽ റീൽ ചിത്രീകരിച്ച യുവാക്കൾക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. DMK നേതാവ് ജ്ഞാനശേഖരൻ്റെ മകൻ അന്നാ ശരണിനും സുഹൃത്തുക്കൾക്കുമെതിരെയാണ് കേസ്. യുവാക്കൾ ചിത്രീകരണത്തിന് തിരഞ്ഞെടുത്ത ലൊക്കേഷനോ ഗംഭീരമായിട്ടുണ്ട്. വെല്ലൂരിലെ ഒരു അങ്കണവാടി, അവിടേക്ക് അതിക്രമിച്ച് കയറിയാണ് റീൽ ഷൂട്ട് ചെയ്യാൻ അവർ ശ്രമിച്ചത്. കേരളത്തിനകത്തു മാത്രമല്ല, തെന്നിന്ത്യയിൽ ഒന്നാകെ ആവേശം തരംഗമാണ്. ആ തരംഗത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള സംഭവം. ആവേശം സിനിമ കണ്ട ആവേശത്തോടെ റീല് ചെയ്യാൻ ഇറങ്ങിയതാണ് യുവാക്കൾ. വെല്ലൂരിലെ അലമേലുമംഗപുരത്തെ അങ്കണവാടിയാണ് ലൊക്കേഷൻ. സിനിമയിലെ ബാർ രംഗം അഭിനയിച്ചു തകർത്തു. പാട്ടൊക്കെ മിക്സ് ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. ഇതോടെയാണ് യുവാക്കൾ ആപ്പിലായത്. സിനിമയെ വെല്ലുന്ന തരത്തിൽ വൻ ഒരുക്കങ്ങളോടെയാണ് റീൽസ് എടുത്തതെങ്കിലും സംഗതി സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ അങ്കണവാടിയിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. ഇതോടെയാണ് പോലീസ് കേസെടുത്തത്. മുഖ്യപ്രതി അന്നശരൺ ഉൾപ്പെടെ അഭിനയിച്ചു തകർത്ത എല്ലാവർക്കുമെതിരെ സത്തുവചാരി പോലീസ് കേസെടുത്തു. 10-ലധികം യുവാക്കൾ സംഘത്തിലുണ്ടായിരുന്നു. സർക്കാർ സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറിയതുൾപ്പെടെയുള്ള 3 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ആവേശം കണ്ട് ആവേശം മൂത്ത് റീൽ ചെയ്യാൻ ഇറങ്ങിയ യുവാക്കൾ എന്തായാലും ആകെപ്പെട്ടു. പക്ഷേ ഇപ്പോൾ അവരെക്കാൾ ആവേശത്തിൽ പോലീസ് എന്തായാലും അവർക്ക് പുറകിലുണ്ട്. ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി, 24.